ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലൂടെ തിരുസഭ മക്കളായ നമുക്ക് ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ വലിയ കൃപയുടെ വാതിൽ തുറന്നു. യേശു 5 അപ്പം 5000-ങ്ങൾക്കായി പങ്കുവച്ച് നൽകിക്കൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ ലോകം മുഴുവന് വേണ്ടി പങ്കുവയ്ക്കുന്നതിൻ്റെ പ്രതിരൂപമായ വലിയൊരടയാളം പ്രവർത്തിക്കുന്നു. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ക്രിസ്തു ആ ജീവന്റെ അപ്പം പങ്കുവച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് കാൽവരിയിൽ തെളിയിച്ചു. നാം മരിക്കാതിരിക്കുവാൻ, നാം നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്കായി മുറിക്കപ്പെട്ടത്. അവൻ്റെ മുറിവുകളിലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അത്താഴമേശയിൽ അവിടുന്ന് കൃപയുടെ അപ്പം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. ക്രിസ്തു നമുക്കായി നൽകിയ തൻ്റെ ജീവൻ്റെ ബലവും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ അനുഭവിക്കുക. 5 അപ്പം ഏതാനും ചില മത്സ്യങ്ങളും മാത്രമുണ്ടായിരുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോസ്തലന്മാർ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നു, ഇവർക്ക് അല്പമെങ്കിലും ഭക്ഷണം കൊടുക്കുവാൻ 300 ദനാറയ്ക്കുള്ള ഭക്ഷണം മതിയാകാതെ വരും. യേശു പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് ഇവിടെ കൊണ്ടുവരിക. ബാലൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ ആരാധ്യനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ച് അത് പങ്കുവെച്ച് നൽകിയപ്പോൾ 5000-ങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരായി. സുവിശേഷത്തിൽ വായിക്കുന്നത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ്. ഈ ഭൂമിയിൽ എല്ലാവരെയും തൃപ്തിയിലേക്ക് നയിക്കുവാൻ, ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എല്ലാവർക്കും സംതൃപ്തി ഉണ്ടായി. ക്രിസ്തുവിൽ മാത്രമേ പൂർണ്ണത കണ്ടെത്താൻ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഉള്ളും ഉള്ളതും ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ തനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗപ്പെടുത്തും. ആ വലിയൊരു ആത്മീയതയ്ക്കായി നാം സ്നേഹസമർപ്പണം ചെയ്യണമെന്ന് മാത്രം. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലാണ് ദൈവം ഭൂമിയിൽ എന്നും ജീവിക്കുക. അതെ, 5000-ങ്ങൾക്ക് ഭക്ഷണമാകുവാൻ ഒരു കുഞ്ഞു ബാലൻ തൻ്റെ കരങ്ങളിലുണ്ടത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നൽകുവാൻ മനസ്സായി. ജീവിതത്തിൽ നമ്മൾ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാം അനേകർക്ക് സംതൃപ്തിയായി മാറുകയും അതെന്നും അനുസ്മരിക്കപ്പെടുകയും ചെയ്യും. മുറിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അപ്പത്തിൻ്റെ വിടവിലൂടെ മുറിയുന്ന മനുഷ്യൻ്റെ നൊമ്പരം കാണാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ അർത്ഥവും ബലവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകണം. ഉദ്ധാനത്തിൻ്റെ മഹത്വം അതിൻ്റെ യഥാർത്ഥ കൃപയിൽ അനുഭവിക്കാൻ സാധ്യമാകുന്നത് ദിവ്യകാരുണ്യ യേശു നമ്മളിൽ രക്ഷകനും നാഥനുമായി കടന്നു വരുമ്പോഴാണ്. ഈശോയ്ക്കായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. കൂടുതൽ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിലനിൽക്കുവാനും പങ്കുവയ്ക്കലിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.